السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ സത്യവിശ്വാസി സുഹൃത്തുക്കൾ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പ് 5 നമ്മളിൽ നിന്ന് ഇടവാങ്ങാൻ നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ റബ്ബിന് വേണ്ടി സഹിച്ച പട്ടിണിയും വിശപ്പും ദാഹവുമൊക്കെ റബ്ബ് ഉന്നതമായ പ്രതിഫലങ്ങളാക്കി നാളെ പരലോകത്ത് നമുക്ക് നൽകുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഹദീസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, 70 വർഷത്തിൻ്റെ വൈദൂരം നമ്മുടെ മുഖം അകറ്റപ്പെടുമെന്നുള്ളതാണ് നരകത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന നോമ്പ് കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നോമ്പ് സ്വീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് ഒരുപാട് ഘാതങ്ങൾ അകലെ മുഖം അകറ്റപ്പെടുന്ന മഹാഭാഗ്യശാലികളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എക്കാലത്തും സഹായികളുണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടവരും റസൂലിൻ്റെ അൻസാറുകളുമായിരുന്നു, സഹായികളുമായിരുന്നു സ്വഹാബത്ത് മുഴുവൻ. അവർ റസൂലുള്ളാഹിയുടെ സഹായികൾ മാത്രമായിരുന്നില്ല, റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് റസൂലിൻ്റെ സഹായിയാവുന്നതിനോടൊപ്പം തന്നെ റസൂലിനെ അവർ എന്തുകൊണ്ട് സഹായിച്ചു എന്നതിന് ഉത്തരം ദീനിനെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. അവരെല്ലാവരും കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളാകണേ എന്ന ഖുർആനിൻ്റെ അധ്യാപനത്തിന് ഉത്തരം നൽകിയവരായിരുന്നു. അഥവാ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായിക്കുന്നവരാകണേ. എന്താ അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ദീനിനെ സഹായിക്കുക എന്നുള്ളതാണ്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് അള്ളാഹിൻ്റെ ദീനിനെ ഏറ്റവും കൂടുതൽ സഹായിച്ച മഹാവ്യക്തിത്വം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടങ്ങുന്ന മുഴുവൻ പ്രവാചകരും കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി എന്നുള്ളത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ലോകത്ത് 1,24,000-ൽ പരം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, അവർ ദീന് പറഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചതാണ്. ആ പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ള മനുഷ്യൻ, ആദം നബി മുതൽ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരെ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയം നിറഞ്ഞവരെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന സാധാരണ മനുഷ്യന് എങ്ങനെയാണ് ഇത്രയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനം കിട്ടിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ സൂചിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഖുർആനിൽ പരാമർശിച്ച സ്വഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി സൗർ ഗുഹയിൽ ഒറ്റപ്പെട്ട സംഭവം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ബേജാറാവുകയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ തഹ്സൻ, അല്ലയോ സ്വാഹിബേ, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച പേര് സ്വാഹിബ് എന്നാണ്, അനുചരൻ, കൂടെയുള്ള ആൾ എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹു സ്വാഹിബ് എന്ന് വിളിച്ച അബൂബക്കർ റളിയല്ലാഹു അൻഹു, ആ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി പറഞ്ഞത് ലാ തഹ്സൻ, ബേജാറാവണ്ടട്ടോ, ഇന്നല്ലാഹ മഅന, പഠിച്ചോ നമ്മളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു അള്ളാഹു ഖുർആനിൽ പേര് പരാമർശിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖ് എന്ന് പറഞ്ഞ മഹദിയായ നമ്മുടെ ഉമ്മ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ, നമ്മുടെ പ്രവാചകന് ഏറ്റവും സന്തോഷം കിട്ടിയ ദിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സന്തോഷമുള്ള ദിവസമാണ്. റസൂലുള്ളാഹിക്ക് സന്തോഷം കിട്ടിയ ദിവസം നമുക്ക് സന്തോഷം കിട്ടിയ ദിവസം ഉണ്ടാവും.
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമ്മൾ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളുണ്ടാവും. അനർഘമായ നിമിഷങ്ങളായിക്കൊണ്ട് നമ്മൾ എഴുതി വെച്ച പങ്കുവെച്ച ദിവസങ്ങളുണ്ടാവും. നമ്മൾ നമ്മളെക്കാളും ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിനം എന്ന് പറഞ്ഞാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ദിനമായിരുന്നു എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ആ ഖദീജ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രയും സന്തോഷമായിരുന്നു. കാരണം അബൂബക്കർ ഒരു സാധാരണക്കാരനായിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ജാഹിലിയത്തായ ആളുകൾ, പ്രശ്നക്കാരായ ആളുകൾ ചില പ്രശ്നപരിഹാരത്തിന് അബൂബക്കറിന്റെ അടുക്കൽ വന്നിരുന്നു എന്നാണ്. ദിയത്ത് എന്ന പ്രയോഗം നമ്മൾ കേട്ടിട്ടുണ്ട്. അഥവാ കൊലപാതകത്തിന് പരിഹാരം നിർവഹിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്, അഥവാ കൊലപാതക കുറ്റത്തിന് വിധി തീർപ്പാക്കിയിരുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അഥവാ മുശ്രിക്കീങ്ങളായ കള്ള് കുടിച്ച് നടന്നിരുന്ന വേശ്യാപ്രവൃത്തിയിലൂടെ ജീവിതം മുന്നോട്ട് നയിച്ചിരുന്ന, ലഹരിയിലൂടെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന ആ മുശ്രിക്കീങ്ങൾക്കിടയിൽ കൊലപാതക കുറ്റത്തിന് വിധി തീർപ്പാക്കിയിരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിരുന്നു, മുസ്ലിം ആവുന്നതിന് മുമ്പേ. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ മക്കയിൽ പ്രയാസമുള്ളത് കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് അഥവാ മക്കയിൽ എല്ലായിടത്തും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്. നമുക്കൊന്നും അൽഹംദുലില്ലാഹ് ആ ഒരു ബുദ്ധിമുട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇസ്ലാം അനുസരിച്ചുകൊണ്ട് മക്കയിൽ നിൽക്കണം കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു നാട് വിട്ടു പോകുന്നുണ്ട്. ആ സമയത്ത് ഇബ്നു ദുഗ്ന എന്ന മുശ്രിക്കായ വ്യക്തി, അമുസ്ലിമായ വ്യക്തി, അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ പോകാൻ പാടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു ദുഗ്ന എന്ന അമുസ്ലിമായ സഹോദരൻ, സുഹൃത്ത് പറയാണ്, അഥവാ കണക്ക് നോക്കുകയാണെങ്കിൽ, പക്ഷം നോക്കുകയാണെങ്കിൽ ശത്രുപക്ഷത്താണ് ഇബ്നു ദുഗ്ന ഉണ്ടാവേണ്ടത്. പക്ഷേ അബൂബക്കറിന്റെ മഹനീയമായ സ്വഭാവത്തിന് മുന്നിൽ ഇബ്നു ദുഗ്നക്ക് പോലും അദ്ദേഹത്തിൻ്റെ പരുഷത, അല്ലെങ്കിൽ ഇബ്നു ദുഗ്നക്ക് പോലും അദ്ദേഹത്തിന്റെ ശത്രുത മാറ്റി വെക്കേണ്ടി വന്നു. ഇബ്നു ദുഗ്ന പറയാണ്, അബൂബക്കർ താങ്കളെപ്പോലുള്ള ആളുകൾ ഇവിടുന്ന് പോകാൻ പാടില്ല. അബൂബക്കർ താങ്കളെപ്പോലുള്ള നല്ല വ്യക്തിത്വങ്ങൾ ഈ മക്കയിൽ നിന്ന് പോകാൻ പാടില്ല. ഞാൻ താങ്കൾക്ക് അഭയം നൽകാമെന്ന്. അന്ന് മക്കയിലൊരു നിയമമായിരുന്നു, ആരെങ്കിലും ഒരാൾക്ക് അഭയം നൽകിയെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അന്ന് ആരും ആക്രമിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നില്ല. അഥവാ ഞാനൊരു അറബിയാണെന്ന് സങ്കല്പിക്കുക, ഞാൻ പറയാണ് ഇന്ന വ്യക്തിക്ക് ഞാൻ അഭയം നൽകിയിട്ടുണ്ട് എന്നൊരാൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ അഭയം നൽകപ്പെട്ട വ്യക്തിയെ വാക്കാലോ പ്രവർത്തിയാലോ ഉപദ്രവിക്കാൻ പാടില്ല. അത് മക്കക്കാരെല്ലാവരും, മുശ്രിക്കീങ്ങളെല്ലാവരും അംഗീകരിച്ച, ഐക്യകണ്ഠേന അംഗീകരിച്ച നിയമമായിരുന്നു. നമ്മൾ പറഞ്ഞു വരുന്നത് ഇബ്നു ദുഗ്ന എന്ന ശത്രുപക്ഷത്തുണ്ടായിരുന്ന ആൾ പോലും അംഗീകരിച്ച ആ മഹാവ്യക്തിത്വം സൽസ്വഭാവത്തിനുടമയായിരുന്നു, നൈർമല്യത്തിനുടമയായിരുന്നു എന്നുള്ളതാണ്. അങ്ങേയറ്റം നല്ല അതീവ സൗമ്യമായ പെരുമാറ്റം, എല്ലാവരോടും സൗമ്യമായ പെരുമാറ്റമായിരുന്നു. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം വിശ്രമിച്ചിരുന്നില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് അശ്റത്തുൽ മുബശ്ശിരീൻ എന്ന് നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ച 10 ആളുകളുണ്ട് സ്വർഗം കൊണ്ട് അള്ളാഹിന്റെ റസൂൽ ദുനിയാവിൽ വെച്ച് തന്നെ സന്തോഷ വാർത്ത അറിയിച്ച 10 പേർ. അതിൽ 6 പേരും മുസ്ലിമായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഖേനയാണ്. ആലോചിച്ചു, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ബാക്കിയാക്കി വെക്കുന്നത്. ഈ ഒരു കഥ പറയുന്ന സന്ദർഭത്തിൽ മഹാനായ പണ്ഡിതൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതനാണ് വലീദ് സഈദാൻ ഹഫിളഹുല്ലാ. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മുഖേന 6 അശ്റത്തുൽ മുബശ്ശിരീൻ അള്ളാഹിന്റെ റസൂൽ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തു എന്ന് പറയുന്ന 10 ആളുകളിൽ 6 ആളും അബൂബക്കർ കാരണമാണ് സ്വർഗത്തിൽ പ്രവേശിച്ചത് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. 6 ആള് മാത്രമല്ല, തൻ്റെ മക്കളായ അസ്മാ റളിയല്ലാഹു അൻഹ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി, പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മഹാപണ്ഡിതൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളുടെ ഭർത്താവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദീനിൽ ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് അബൂബക്കറിനേക്കാളും ഉമറിനേക്കാളും സാമ്പത്തികമായി ഇസ്ലാമിനെ സഹായിച്ച മഹാവ്യക്തിത്വം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദീൻ അറിയുന്നത് അബൂബക്കറിൽ നിന്നാണ്. സുഹൃത്തുക്കളെ, അബൂബക്കറിൽ നമുക്ക് വലിയ പാടുണ്ട്. ഇസ്ലാം അറിഞ്ഞതിന് ശേഷം അദ്ദേഹം വെറുതെ ഇരുന്നില്ല എന്നുള്ളതാണ്.
വലീദ് സഈദാൻ ഹഫിളഹുല്ലാ നമ്മോട് ചോദിക്കുന്നുണ്ട്, സുഹൃത്തുക്കളെ, നമുക്കൊരോരുത്തർക്കും എന്താണ് ദീനിന് വേണ്ടി ചെയ്തു എന്ന് പറയാനുള്ളത്? ഒരു ഐഡന്റിറ്റിയിലെ പേരിനപ്പുറം അദ്ദേഹം ചോദിക്കണം. നമ്മുടെ ഐഡന്റിറ്റിയിൽ, നമ്മുടെ CPR-ൽ, നമ്മുടെ ആധാർ കാർഡിൽ നമുക്ക് പേരുണ്ടാവും, മുസ്ലിം എന്ന പേര്, അബ്ദുള്ള, മുസ്തഫ, മുഹമ്മദ് എന്ന പേരിനപ്പുറം, ആ ഐഡന്റിറ്റിക്കപ്പുറം ഒരു മുസ്ലിമായി നമ്മൾ എപ്പോഴാണ് ജീവിച്ച് കാണിച്ചിട്ടുള്ളത്? അബൂബക്കറിനെ പോലെ 6 ആളെ അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ ഇസ്ലാമിലേക്കൊന്നും സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും, അതിനുള്ള ഇൽമൊന്നുമില്ലെങ്കിലും, ഒരു ചെറിയ സഹായമെങ്കിലും, ചെറിയൊരു ശക്തിയെങ്കിലും, ചെറിയൊരു താങ്ങലെങ്കിലും ഇസ്ലാമിന് വേണ്ടി നമുക്ക് നിർവഹിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു പോയിന്റ്. നമ്മൾ ഒരുപാട് ആയുസ് നമ്മളെ ജീവിച്ച് തീർത്തു അള്ളാന്റെ ദീനിന് വേണ്ടി. നമ്മൾ എന്തിനാ ജീവിക്കണമെന്ന് വെച്ചാൽ അള്ളാന്റെ ദീനിന് വേണ്ടിയിട്ടാണ്. ആ ദീനിന് വേണ്ടി എന്ത് ചെയ്തു വെച്ചു എന്ന് നമ്മളിങ്ങനെ പുസ്തകം ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ എന്തുണ്ട് നമ്മുടെ കൈകളിൽ എന്ന ചോദ്യമാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മളോട് ചോദിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പോലും അഹങ്കരിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഇങ്ങനത്തെ ചിന്തയില്ല. എങ്ങനത്തെ അറിയോ? ഞാൻ ഒരുപാട് ചെയ്തല്ലോ, ഞാൻ കാരണം 6 ആൾ മുസ്ലിം ആയല്ലോ, ഞാൻ കാരണം എൻ്റെ മകളായ അസ്മയും എൻ്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ മുസ്ലിം ആയല്ലോ എന്ന ചിന്ത ഒരിക്കൽ പോലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നേ ഇല്ല. നമ്മളൊക്കെ ഒരു 5 ആള് ഒരു 5 വക്ത് പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോഴത്തേക്ക് അൽഹംദുലില്ലാ നമ്മളൊക്കെ സേഫാണ് എന്നൊരു ചിന്തയിലേക്ക്, അങ്ങനത്തെ ശൈത്താന്റെ വഞ്ചനയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയം നിറഞ്ഞവരെ, റമദാൻ എന്നുള്ളത് നമ്മളെ അള്ളാഹു ഈമാൻ കൊണ്ട്, ഈമാനിക എല്ലാ സാഹചര്യവും നമുക്ക് ഒരുക്കി തരുന്നൊരു കാലഘട്ടമാണ് റമദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു കാലഘട്ടത്തെ ഇഗ്തനിം, നമ്മൾ മുതലാക്കണം എന്നുള്ളതാണ് പറയുക. ഇഗ്തനിം ഖംസ്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് 5 കാര്യങ്ങൾ നിങ്ങൾ മരണത്തിന് മുമ്പ് ഒരുക്കി വെക്കണേ എന്നുള്ളതാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരുക്കി വെക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്താണ്? ശബാബക ഖബ്ല ഹറമിക്, പ്രായമാവുന്നതിന് മുമ്പ് യുവത്വം ദീനിന് വേണ്ടി ചെലവഴിക്കണം എന്നുള്ളത്. അതാണ് അബൂബക്കറിന്റെ ചരിത്രം നമ്മളോട് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി കൊടുത്തൊരു പേരുണ്ട്, സിദ്ദീഖ്, സത്യപ്പെടുത്തിയവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ റസൂലുള്ളാഹി സിദ്ദീഖ് എന്ന് പേര് വിളിക്കാൻ കാരണം? നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് അങ്ങനെ തന്നെ കീയൊതുങ്ങിയവൻ. കുറച്ചുകൂടി ലളിതമായ മലയാളത്തിൽ പറഞ്ഞാൽ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നറിയില്ലേ? റസൂലുള്ളാഹി പറഞ്ഞെന്ന് ഉറപ്പായോ? അതങ്ങനെ തന്നെ കീയൊതുങ്ങുക. റസൂലുള്ളാഹി പറഞ്ഞതിനപ്പുറം പോവാത്തവൻ, റസൂലുള്ളാഹി പറഞ്ഞതിനും റസൂലുള്ള കൽപ്പിച്ചതിനപ്പുറം ചിന്തിക്കാത്ത വ്യക്തി, റസൂലുള്ള പറഞ്ഞതിനപ്പുറം പ്രവർത്തിക്കാത്ത വ്യക്തി, റസൂലുള്ള പറഞ്ഞത് അപ്രകാരം തന്നെ അനുസരിച്ച മഹാമനീഷിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് എന്ന പേരിൽ നമുക്കൊരുപാട് ഗുണപാടുണ്ട്. റസൂലുള്ള പറഞ്ഞെടുത്ത് നിൽക്കുക, അതാണ് അബൂബക്കറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഡയലോഗ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, ഈ അബൂബക്കർ ഉണ്ടാവുമ്പോൾ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയണം, ഈ അബൂബക്കർ ജീവിച്ചിരിക്കെ ദീനിനൊരു ക്ഷീണം പറ്റി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമാണ്, ഈ അബൂബക്കർ ജീവിച്ചിരിക്കെ ഈ ദീനിനൊരു ക്ഷീണം പറ്റുകയോ എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ അലയടിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മളോരോരുത്തരും നമ്മൾ പറയാറുണ്ടല്ലോ, ഇപ്പോൾ ചില മോട്ടിവേഷണൽ സ്പീക്കിങ്ങിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മളോട് തന്നെ മോട്ടിവേറ്റ് ചെയ്യണമെന്ന്. ആ മോട്ടിവേഷൻ ഇങ്ങനെ കൊടുക്കണ്ടേ? കണ്ണാടിയിൽ നോക്കി നമ്മളോട് പറയാം, നമ്മളെ പേര് വിളിക്കുക, മുഹമ്മദേ, ഹംറാസേ, മുസ്തഫ എന്ന് വിളിച്ച് നമ്മളെ തന്നെ വിളിച്ചിട്ട് പറയാ, ഞാൻ ഉണ്ടായിരിക്കുന്ന കാലം എൻ്റെ ദീനിനൊരു ക്ഷീണം പറ്റൂല. എനിക്ക് കഴിയുന്ന എല്ലാ രീതിയിലും, എനിക്ക് എഴുതാൻ കഴിവുണ്ടെങ്കിൽ എഴുത്തുകൊണ്ട്, എനിക്കൊരാൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ദീൻ പറഞ്ഞെടുത്തുകൊണ്ട്, എനിക്കൊരു തിന്മ തടയാൻ പറ്റുകയാണെങ്കിൽ തിന്മ തടഞ്ഞുകൊണ്ട്, എനിക്കൊരു ദീനി സദസ്സിൽ ഒരു 5 ആൾ എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ എത്തിച്ചുകൊണ്ടെങ്കിലും, മൗനമായോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ശരീരം കൊണ്ടോ നാവ് കൊണ്ടോ ഒരു നോട്ടം കൊണ്ടെങ്കിലും ദീനിന്റെ സഹായികളാവും എന്നൊരു പ്രതിജ്ഞ നമുക്ക് എടുക്കാൻ പറ്റണം. അതൊക്കെയാണ് റമദാൻ നമുക്ക് നൽകുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ. റമദാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളാരും ഒന്ന് പ്രത്യേകം മാറിയിരിക്കുന്നുണ്ടോ ദീനായിട്ട്? എന്നിട്ടും നമുക്കൊരു ഈമാൻ കിട്ടണില്ലേ? അത് അള്ളാഹു തരുന്ന തൗഫീഖാണ്. ആ തൗഫീഖിന് നമ്മൾ നന്ദിയുള്ളവരാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആവർത്തിച്ച് സൂചിപ്പിക്കാനുള്ളത്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ ഈ നോമ്പിന്റെ കാലഘട്ടത്തിൽ നമ്മൾ മറന്നുപോകരുത്. പ്രത്യേകിച്ച് നോമ്പ് മുറിക്കുന്ന സന്ദർഭത്തിൽ ദഹബൽ ദമു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന നമ്മൾ പഠിച്ച് അത് ചൊല്ലിയേ മതിയാവുള്ളൂ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്. വലതു കൈ കൊണ്ട് കുടിക്കുക എന്നുള്ളത് എത്ര തവണ പഠിച്ചാലും നമ്മൾ ധിക്കരിക്കാൻ കാരണം നമുക്ക് റസൂലുള്ളാഹിന് അത്രയുത്തോളം റെസ്പെക്റ്റ്, ഒരു വാല്യൂ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു ഗൗരവം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടി ചേർത്ത് പറയാനുള്ളത്, നമ്മുടെ
ക്ലാസ് ഇൻഷാല്ലാ ഒരു 5:05 5:10 ഇടക്കായി തുടങ്ങണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ പലരും വൈകി എത്താറുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ നേരത്തെ എത്താൻ ശ്രദ്ധിക്കുക. നമ്മൾ നോമ്പ് മുറിക്കാൻ മാത്രം എത്തുക എന്നുള്ളതിനപ്പുറം ഈ ഒരു സെൻറ്റർ നിങ്ങൾക്ക് നോമ്പ് ഒരുക്കി തരുമ്പോൾ 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ ലക്ഷ്യം നിങ്ങൾക്ക് ദീനെത്തിച്ചേരുക, ഒരു ഇൽമെത്തിച്ചേരുക, ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ട് എന്ന ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യമാണ് ഇവിടെ വരുന്ന എല്ലാവർക്കും നല്ല സൗകര്യത്തോടു കൂടി റമദാൻ നോമ്പ് ഇഫ്താർ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ലക്ഷ്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നോറ്റം എല്ലാ നോമ്പും നമ്മൾ ഇന്ന് പൂർണ്ണ തോതിൽ സ്വീകരിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.